കൂർഗ് അഥവാ കൊടക് ദ സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം. കർണാടക ജില്ലയുടെ വെസ്റ്റേൺ ഘാട്സുമായി ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം മലനിരകളാലും കോഫി പ്ലാന്റേഷനുകളാലും സമൃദ്ധമാണ്. കൂർഗിന്റെ റിച്ച് കൾച്ചറും ട്രഡീഷനും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. കൂർഗിലെ നംഡ്രോളിംഗ് മൊണാസ്ട്രി അഥവാ ഗോൾഡൻ ടെമ്പിൾ ആണ് ഞങ്ങളുടെ ആദ്യത്തെ വിസിറ്റിംഗ് പ്ലേസ്. ഇതൊരു ടിബറ്റൻ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്. ഇവിടുത്തെ ആർക്കിടെക്ചറും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റുമാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത്. നമുക്ക് കയറി കാണാൻ അനുവദീയമായിട്ടുള്ളത് ഇവരുടെ ഒരു പ്രയർ ഹാളും ചുറ്റുവട്ടവുമാണ്. ഇവിടുത്തെ പ്രയർ ഹാളിന്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ഭീമാകാരമായ 3 ബുദ്ധിസ്റ്റ് പ്രതിമകൾ കാണാൻ സാധിക്കും. ചെറിയ രീതിയിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഇവരിവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. പലതരത്തിലുള്ള ആർട്ട് വർക്കുകൾ നമുക്ക് ഇതിന്റെ ചുമരുകളിൽ കാണാം. കുറച്ചു നേരം നോക്കി നിന്നപ്പോഴാണ് ഇതൊക്കെ ഏതോ കഥകളുടെ കുറച്ച് ഭാഗങ്ങളാണ് എന്ന് മനസ്സിലായത്. ഈ മൊണാസ്ട്രിയിലെ ഈ ഒരു ബിൽഡിംഗ് അല്ലാതെ മറ്റൊരു ബിൽഡിങ്ങുകളിലേക്കും ടൂറിസ്റ്റുകളെ അവർ അലോ ചെയ്യുന്നില്ല. ടിബറ്റിലെ ഇവരുടെ മദർ മൊണാസ്ട്രി ആയ പലിയോൾ മൊണാസ്ട്രിയുടെ ഒരു റെപ്ലിക്കയാണ് ഈ കാണുന്നത്. ഗോൾഡൻ ടെമ്പിൾ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ബാംബു ഫോറസ്റ്റിലേക്ക് പോകുന്നു. ബാംബു ഫോറസ്റ്റിലേക്ക് കടക്കാൻ ഒരു 20-30 രൂപയുടെ ഒരു എൻട്രി ഫീ ഉണ്ട്. ഒരു തൂക്കുപാലത്തെ കൂടെ നടന്നു വേണം നമുക്ക് ബാംബു ഫോറസ്റ്റിലേക്ക് കയറാൻ. ഒരു വൈകുന്നേര സമയത്തോടടുത്താണ് നമ്മൾ ബാംബു ഫോറസ്റ്റിലേക്ക് എത്തിയത്. അതിനാൽ ഭയങ്കര വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ബാംബു നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെതായ തണലും ഉണ്ടായിരുന്നു. കൊടകിന്റെ കൾച്ചറിനെ എടുത്തു കാണിക്കുന്ന പലതരത്തിലുള്ള പ്രതിമകൾ ഇതിന്റെ പല ഭാഗത്തായിട്ടുണ്ട്. അതിൽ ഒന്നാണിത് കൊടവ മെയിൽ ട്രഡീഷണൽ ഡാൻസ്. കൊടക് മെയിൽ ട്രഡീഷണൽ ഡാൻസ് അവരുടെ കമ്മ്യൂണിറ്റിയുടെയും ഹെറിറ്റേജിന്റെയും കൾച്ചറിന്റെയും ഒക്കെ ഒരു പ്രധാന ഭാഗമാണ്. ഇവരുടെ പരമ്പരാഗത ആയോധന കലാരൂപത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡാൻസാണ്. ഈ ഡാൻസ് അവരുടെ സ്ട്രെങ്തിനെയും യൂണിറ്റിയെയും ഹിസ്റ്ററിനെയും ഒക്കെ എടുത്തു കാണിക്കുന്ന ഒന്നാണ്. ഈ കാണുന്നത് കൊടവ ട്രഡീഷണൽ ഫീമെയിൽ ഡാൻസ് ആണ്. നമ്മൾ നേരത്തെ കണ്ട മെയിൽ ഡാൻസിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഫീമെയിൽ വേർഷൻ. മെയിൽ ഡാൻസ് സ്ട്രെങ്ത്തും യൂണിറ്റിയും ഒക്കെ ആണെങ്കിൽ ഇത് കൂടുതലും എലഗൻസ്, യൂണിറ്റിയും ഫെസ്റ്റിവൽ ബേസ്ഡ് ഒക്കെയാണ്. ഇതൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ സീസൺ, കമ്മ്യൂണിറ്റി ഗ്യാതറിംഗ്, വെഡ്ഡിംഗ് തുടങ്ങിയ സമയങ്ങളിലൊക്കെയാണ് ഫീമെയിൽ ഡാൻസിന് പ്രാധാന്യം. ഈ ബാംബു ഫോറസ്റ്റിന് നടുക്ക് ഒരു ബേർഡ്സ് പാർക്ക് എന്ന് പറഞ്ഞ ചെറിയൊരു സെറ്റപ്പ് ഒരു ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇതിന് പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. 30 രൂപ ടിക്കറ്റിൽ നമുക്ക് അകത്ത് കയറി ബേർഡ്സിനെ കാണാം. ഇപ്പോൾ പഴയ ഈ സംസാരിക്കുന്ന തത്തയും അതേപോലെ ചെറിയ കിളികളും ഒക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബേർഡ്സ് പാർക്കിൽ കോഴീനെ വരെ കാണുന്നത്. ഇവിടെ സർക്കസ് ഒന്നുമല്ല. ഇത് നമുക്കിവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാം. കയ്യിൽ ഇങ്ങനെ തീറ്റ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിളികൾ വന്നിരിക്കും, ഫോട്ടോ എടുക്കാം. പിന്നെ ഉണ്ടായിരുന്നത് ഒരു വ്യത്യസ്തമായെന്ന് പറയാനുള്ള ഒരു ഒട്ടകപ്പക്ഷി മാത്രമായിരുന്നു. കുറച്ച് നേരം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ ഫോണും കൂടി കൊണ്ടുപോയേനെ ഒട്ടകപ്പക്ഷി. പക്ഷികളില്ലാഞ്ഞിട്ടാണെന്ന് അറിയില്ല, കോഴികൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ പിന്നെ ഒരു ലിസാർഡ് ഉണ്ടായിരുന്നു. ഇത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ലിസാർഡിനെ നമ്മുടെ കയ്യിലും തോളത്തും ഒക്കെ വെച്ച് തരും. 100 രൂപ എന്താണ് ചാർജ് ഒരു ഫോട്ടോ എടുക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വെച്ച് എടുക്കുന്നതിനൊക്കെ. ഒരുപാട് നടക്കാനുണ്ട് ബാംബു ഫോറസ്റ്റിനകത്ത്. കുറെ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി. ബാംബു ഫോറസ്റ്റ് കണ്ട് തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു ചായ കിട്ടുമോ എന്നതായിരുന്നു അടുത്ത അന്വേഷണം.